ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് 27ാം രാവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 27ാം രാവിന് കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് എന്തെങ്കിലും മധുരക്കടി പള്ളിയിൽ കൊടുത്തയക്കണമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പാട്ട ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് പച്ചരി പിന്നെ വെള്ളത്തിലിട്ടിരുന്നു. പിന്നെ കുറച്ച് ശർക്കര മെൽറ്റാക്കിയത് അരിച്ച് വെച്ചതായിരുന്നു കേട്ടോ, അത് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി മൈദപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇത് കുറച്ച് വറ്റും ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് മാവ് അരക്കുന്നത്. അപ്പോൾ അത് രണ്ടാമതും അരച്ചെടുത്തു. കുറച്ച് കൂടുതൽ മാവുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തച്ഛന്മാരെ വീട്ടിലേക്കും അതുപോലെ തന്നെ അയൽവാസിക്കും പള്ളിയിലേക്കൊക്കെ കൊടുത്തേക്കണം. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതലുള്ളത്. പിന്നെ അതേ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷം ഇത് എള്ളും കരിഞ്ജീരകവും കൂടി വറുത്തിട്ട് ഒന്നിട്ട് കൊടുത്തു. പിന്നെ ഈ ചെയ്യുന്നത് ചെറിയ ജീരകം ഒന്ന് ചൂടാക്കാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഉണ്ടായിരുന്നു ചെറുതാക്കി കട്ട് ചെയ്തത്. ആ തേങ്ങ ആദ്യം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ചൊന്ന് എടുത്തിട്ടൊന്ന് ചൂടാക്കാണ് കേട്ടോ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട്. അങ്ങനെ അത് തേങ്ങ ഏകദേശം ചുവന്ന് വന്നപ്പോഴേക്കും അത് ആ മാവിലോട്ടാണ്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ ചെറിയ ജീരകം ചൂടാറിയതിന് ശേഷം അത് പൊടിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തു. അങ്ങനത്തെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടോ. അങ്ങനത്തെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിന് ശേഷം ഇത് എണ്ണ ഒഴിച്ച് കൊടുത്തു. അങ്ങനത്തെ ഓരോന്നായി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിനുമോൾക്ക് നോമ്പിട്ടോ, വെള്ളിയാഴ്ച അല്ലേ, നല്ല ദിവസം കൂടിയല്ല. അപ്പോൾ അവൾ നോമ്പ് നോൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ അവൾക്കിന്ന് 6ാമത്തെ നോമ്പാണ്. അവൾ നോമ്പ് നോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പൊരിക്കടി വേണം. അപ്പോൾ പിന്നെ എന്ത് കടിയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിട്ട് ഉണ്ണിയപ്പം മതി. അപ്പോൾ കേട്ടോ ഉണ്ണിയപ്പം ആക്കിയത്. അങ്ങനെ അത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ണിയപ്പം റെഡി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് നമ്മൾ 27ാം രാവിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കലുണ്ട് കഴിഞ്ഞു കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഞാൻ കുറച്ചായിരുന്നു കേട്ടോ. എന്നാൾ ബറാത്തിന് പിന്നെ കൽത്തപ്പാലെല്ലാം ഉണ്ടാക്കിയത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ വീഡിയോ ഒക്കെ. അങ്ങനത്തെ എൻ്റെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് നമ്മൾ ഇക്കാൻ്റെ ഫ്രണ്ട്സും കൂടി എത്തി. ഇത് എന്താണെന്ന് വെച്ചാൽ SYSൻ്റെ കീഴിലുള്ള ഇഫ്താർ കിറ്റ് ഒരുക്കാണ് കേട്ടോ. ഇക്കാൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഷിബിലിമോൻ്റെ ഫ്രണ്ട്സ് ആളുണ്ട് കേട്ടോ കൂടെ. ആദ്യം തന്നെ അതിൻ്റെ ബോക്സ് റെഡിയാക്കാണ് കേട്ടോ. ബോക്സ് അവർ ആദ്യം തന്നെ വാങ്ങിച്ചതായിരുന്നു. എന്നിട്ട് പിന്നെ അതിന്മേൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിന് ശേഷം അവർ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. ഇത് എല്ലാ വർഷവും ഇവർ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് നമ്മുടെ വ്ളോഗിൽ അത് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഇത് ഇവർ കൊടുക്കുന്നത് SYSൻ്റെ ഒരു സാന്ത്വന പ്രവർത്തനങ്ങളായിട്ടാണ്. പിന്നെ ബാങ്ക് കൊടുക്കാറാകുമ്പോൾ വഴിയാത്രക്കാരായ ആളുകൾ വണ്ടിയിൽ പോകില്ലേ, അപ്പോൾ അവർക്കാണ് കേട്ടോ ഇത് ഇവർ കൊടുക്കുന്നത്. ബോക്സൊക്കെ റെഡിയാക്കി ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മിക്കാൻ്റെ 2-3 ഫ്രണ്ട്സുകളും കൂടി മലപ്പുറം സലാത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി അവർ പോയിട്ടാണ്. പിന്നെ ചെയ്യുന്നത് ബാക്കിയുള്ള ഫ്രണ്ട്സുകളാണ്. 27ാം രാവായത് കൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും തറാവിന് ശേഷം പിന്നെ തസ്ബീഹ് നിസ്കാരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എല്ലാ പ്രാവശ്യം പുറത്താണ്ട കൂടാറ്. അങ്ങനത്തെ ഇഫ്താർ കിറ്റ് ഓരോരുത്തർക്കായിട്ട് അവർ കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ആദ്യം തന്നെ പള്ളിയിലേക്കുള്ള ഉണ്ണിയപ്പം വേറെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അയൽവാസികൾക്കും മുത്തച്ഛന്മാർക്കുള്ള ഉണ്ണിയപ്പം വേറെ ഞാൻ എടുത്ത് വെക്കാനേ. അപ്പോഴേക്കും ഇതേ സമയം ബാങ്ക് കൊടുക്കാറായിട്ട് ഞാൻ ഒക്കെ എടുത്ത് വെച്ചു ടേബിൾ മേൽ. പിന്നെ ഇത് 2 മുത്തച്ഛന്മാരോടൊന്നും വന്നിട്ടാ കൽത്തപ്പം അവരുണ്ടാക്കിയത് കൽത്തപ്പാണ്. പിന്നെ സമൂസ പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സാണ് നമ്മളെ ഫിനിമോൾക്ക് കൊടുത്തതാണ് കേട്ടോ. ഉള്ള സത്യങ്ങളോട് പറയല്ലോ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ണിയപ്പം മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. സമൂസ അങ്ങനെ ദേ നോമ്പ് തുറക്കാൻ ഞാനും ഫിരുമോളും ഇരുന്നപ്പോഴേക്കും അടുത്ത വെല്ല് വന്നു കേട്ടോ. കഴുത്തപ്പം ഉണ്ടാക്കിയത് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കൂടി ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബിലുമോന് പള്ളിയിലേക്ക് പറക്കാൻ പോയതാണ്. അവന് പിന്നെ അവിടുന്ന് പിന്നെ ഇക്കയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തൊക്കെ പോയല്ലേ. ഇക്ക പിന്നെ ഇനി വരുമ്പോഴേക്ക് 2 മണി ആവും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. ഇനി ഏതായാലും നാളൊക്കെ എടുത്ത് വെച്ചിട്ടും കാര്യമില്ലല്ലോ, ഞാനിങ്ങനെ ചിന്തിച്ചു. ഏതായാലും പള്ളിക്ക് കൊടുത്തയക്കണമല്ലോ, അപ്പോൾ കൂടുതലാണ്ട് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും കേട്ടോ.
അങ്ങനെ ദേ എനിക്കും ഫിനിമോൾക്കും വേണ്ടത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഒന്നാമത്തെ എന്താ വെച്ചാൽ കൂടുതലൊന്നും പോകില്ല, കാരണം നോമ്പ് തുറക്കേണ്ട സമയമല്ലേ. മധുരമൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ തന്നെ പിന്നെ തറാവി നിസ്കരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കഴിയുന്നത് മാത്രമേ കേട്ടോ കഴിച്ചുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് തന്നെ ഒരുപാട് ബാക്കിയാട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിനിമോൾ ചോദിക്കുകയാണ്, എന്തേ ഞാൻ ചായ അടിച്ചിട്ടില്ല. ബാക്കിയാണ് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, പിന്നെ എന്താ ചെയ്യുക. ആരെങ്കിലും ബാക്കിയാ അച്ഛൻ വന്നതേ തിന്നോ. ഇല്ല വിശപ്പിടും വേണം, നോമ്പ് കുറിച്ചല്ലേ കഴിച്ചത്. വരിയാ കൂടി കിട്ടുന്നാല് അടിയില്ലേ ഇതൊക്കെ ഇനി എന്താ കാട്ടുക. കാക്ക എപ്പോഴൊന്നും വരില്ല, കാക്ക വരും. ഇപ്പൊ ചിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊണ്ടുവരുന്ന വരുള്ളൂ. ഒരുപാട് നേരം നിസ്കാരല്ലേ 25-ാമല്ലേ പിന്നോ എന്തൊരു സംഖ്യ തറാവീനില്ലെന്ന് അതെ കുഴയോ. ആ എന്നാ ശരി, വാ മാരി ബിസ്ക്കറ്റ്. അങ്ങനെ അതെ നമ്മൾ ഫിനിമോൾ എൻ്റെ കൂടെ 2 ദിവസം തറാവി നിസ്കരിച്ചു കേട്ടോ. ഇനി ഞാൻ നിസ്കരിക്കാനില്ല, തറാവി ഇങ്ങനെ കുഴയുന്നാട്ടോ പറയുന്നത്. പിന്നെ നോമ്പരുന്ന പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു പോകും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ 27-ാം രാവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരേക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.